അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോളെ ഹാദിയ സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ അതാ റൂമിൽ വാതിലടിച്ചിരിക്കുകയാണ് ഹാദിയ. മോളെ മോളെ എന്താ അതിപ്പോ ചായ ഒന്നും കുടിക്കാൻ വരുന്നില്ലല്ലോ? ഉമ്മ ഞാനിപ്പോൾ വരാം. അവൾ ഫ്രഷായി നേരെ ഉളുഹ് ചെയ്ത് നിസ്കരിച്ചു. ചായ കുടിക്കാൻ അവളെ കാണുന്നില്ല. മോളെ ഹാദിയ, മറ്റേത് ഓൾക്ക് നിസ്കരിക്കാനൊക്കെ വലിയ മടിയായിരുന്നു. അതൊക്കെ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ഇപ്പോൾ വന്നുടനെ തന്നെ ഉളുഹെടുത്ത് നിസ്കരിക്കണൊക്കെ ഉണ്ട്. പഠിച്ചോനെ എൻ്റെ കുട്ടിനെ നന്നാക്കട്ടെ. മോളെ ഹാദിയ. ആ ഉമ്മ ഞാൻ നിസ്കരിക്കായിരുന്നു. ആ അവൾ നിസ്കാരക്കുപ്പായം മടക്കി വെച്ച് നേരെ താഴേക്ക് ഇറങ്ങി. ടേബിളിൽ അതാ കയ്യും കുത്തി ഇരുന്നു. ഉമ്മ നല്ല ചൂടുള്ള പഴംപൊരിയും നല്ല ചായയും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോളെ ഇത് ഞാൻ ചുട്ട തന്നെ, ഇനിയിപ്പോൾ ലീല ചേച്ചി ചുട്ടു വിചാരിച്ച് കണ്ട് തിന്നാ നിൽക്കണ്ട. ഉമ്മ ആ അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ലേ ലീല ചേച്ചി ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ, ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചുട്ട തന്നെ, തിന്നാളി. ഉമ്മ അതിപ്പോൾ എന്താ ആര് ചുട്ടാലും ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കഴിക്കണമെങ്കിലോ? അല്ല ഞാൻ തിന്നാൻ വേണ്ടി പറയാം. തിന്നോ, ഒന്ന് രണ്ടെണ്ണം തിന്നോ. പിന്നെ അപ്പുറത്ത് ലീല ചേച്ചിക്ക് ഞാൻ കുറച്ച് കൊണ്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവർ കുറച്ച് പട്ടിണിയും പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർ മക്കൾ സ്കൂളിട്ടൊക്കെ വരുമ്പോഴേ കുറച്ച് കൊടുക്കും. എന്നാൽ പിന്നെ അറ്റങ്ങൾക്ക് ഒരു സന്തോഷമാവുമല്ലോ. ആയിക്കോട്ടെ മോളെ, എന്നാൽ വരാൻ പറയട്ടെ ഓലോട്. ഉമ്മ ഒരു നിമിഷം അവൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ? അല്ല മോളുടെ കാര്യം അത് പറഞ്ഞത് കേട്ടില്ലേ? അല്ല ഇനിയിപ്പോൾ എന്താ വേണ്ടത്? മോൾക്ക് മോളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഓല് പറഞ്ഞത് പഠിക്കാൻ പോവുകയാണ്, പഠിക്കുന്നതിൻ്റെ ആവശ്യത്തിന് പോവുക, അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത് പപ്പാനോട്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ? എന്നാൽ ഈ സമയം ഹാദിയുടെ മുഖം വല്ലാതെ അങ്ങ് വാടിയിരുന്നു. അതെ ശരിയാണ്, മനസ്സിനുള്ളിലുണ്ടായിരുന്നു ആഷിഖ് ഉസ്താദ്. പക്ഷേ അദ്ദേഹം പഠിക്കാൻ പോവുകയാണത്രേ. എന്തായാലും അൽഹംദുലില്ലാ, എനിക്ക് ആ ഫോണെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. ഉസ്താദ് യൂസ് ചെയ്താൽ മതിയായിരുന്നു. എന്നാലും എനിക്ക് വലിയ സന്തോഷം തന്നെയാണ്. അല്ലാതെ ഇനിയിപ്പോൾ അറിയില്ല. അന്നവൾ സങ്കടത്തോടു കൂടി തന്നെ അവിടെ കഴിച്ചു കൂട്ടുകയാണ്. മോളെ ഇന്ന് വരാൻ പറ, നാളെ ഇന്ന് ക്ലാസ്സിന് പോകണ്ട, നാളെ വരാൻ പറ. ഇന്നിപ്പോൾ നേരമായില്ലേ? ഉമ്മ ക്ലാസ് ഒഴിവാക്കാനൊന്നും പറ്റൂലമ്മ, എക്സാം അടുത്ത് വരില്ലേ? അതും ശരി തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? എടീ എന്തേക്കാ? അതേ ഓല് വിളിച്ചിരുന്നോ വരട്ടെന്ന് ചോദിച്ചിട്ട്. എന്താ അത്? ഇനിയിപ്പോൾ ഈ മോന്തി വന്ന നേരത്തോ? അതിനെന്താടി, ഓല് വണ്ടിയൊക്കെ ഉള്ളവരല്ലേ, ബേജാറൊന്നുമില്ലല്ലോ. വരികയാണെങ്കിൽ വന്ന് പോയിക്കോട്ടെ. മോളെ ഹാദിയ എന്താ വേണ്ടത്? ഉമ്മ എനിക്കിന്ന് നാളെ ഒരുപാട് പഠിക്കാണ്ടുമ്മ, അതുകൊണ്ട് എനിക്ക് പിന്നെ നല്ല ടയേർഡാണ്. എനിക്ക് വലിയ സുഖമില്ല, തലവേദന എടുക്കുന്നുണ്ടുമ്മ. മോളെ അപ്പോൾ ഓരോട് എന്താ പറയേണ്ടത്? ഉമ്മ ഇന്ന് വേണ്ട. മോൾക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ? അവൾ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അതാ കവിളിലേക്ക് ഒലിച്ചിറങ്ങി. മോളെ എന്താ ചെയ്യുക, എന്തായാലും കല്യാണം വേണം. മോൾക്ക് ഇഷ്ടപ്പെട്ട ആലോചന നമ്മൾ വിളിച്ചു നോക്കി. ഓലിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും കൂടെ ഇഷ്ടത്തിലാണെങ്കിലും തിരക്കിടില്ല. ഇതിപ്പോൾ ആ ഉസ്താദിന് അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നാൽ ഈ സമയം അതാ ഐഷു തൻ്റെ ആങ്ങളയോട് ഇക്കാക്കയോട് പറയുന്നു. ആഷിക്ക എന്തായി, ഐഫോണ് യൂസ് ചെയ്തോ? ഒന്നുമില്ല, ഞാനതിലേക്ക് സിമ്മ് ഇട്ടിട്ടില്ല, ബാക്കിയൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇക്ക എന്നാൽ അത് ഇട്ടോളി, ആദ്യമൊക്കെ അത് കാണുമ്പോഴെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതും ശരിയല്ലേ, നമ്മളിപ്പോൾ നമുക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് അവൾ തന്നിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. അല്ലിക്ക പിന്നെ ഇക്കാക്ക് വിളിച്ചു ചോദിച്ചിരുന്നോ അവരെന്തെങ്കിലും? എൻ്റെ ഐഷോ, ഞാനിവിടെ ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വിസക്ക് കൊടുത്തില്ലേ. ഇനിയിപ്പോൾ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചൊക്കെ എത്തട്ടെ ഇൻഷാ അല്ലാ. അല്ലാതെ പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുട്ടിയാലും പിന്നെ പോയി പഠനം നടക്കൂല. ഈ സമയത്ത് നടക്കുള്ളൂ. ആഷിക ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, നിങ്ങളെ ഫോണെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്ന കാണണം, അവൾ കണ്ടോട്ടെ. ഇപ്പം എനിക്ക് ആദ്യേനെ പാവം തോന്നാണ്, കാരണം അവളുടെ മനസ്സൊക്കെ മാറിയിക്കണ്. പഴയ പോലെ ഒന്നല്ല അവള്. അതെ ആദ്യം കുറച്ച് അങ്ങനത്തെ സ്വഭാവക്കാരിയൊക്കെ ആണെങ്കിലും എന്തായാലും ഓള്
ഇപ്പം നല്ല അടിപൊളി കുട്ടിയാണ്. ആ പിന്നെ ഇക്ക, ഞങ്ങൾ പാസ്പോർട്ടിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇക്കാക്കുണ്ട്, എനിക്കില്ല. അത് കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ കിട്ടിയ ഞങ്ങൾ ഉംറക്ക് പോട്ടോ. അപ്പോൾ എല്ലാവരും പോകും. ഉമ്മാൻ്റെ അടുത്ത് പാരാ. ഞങ്ങൾ അത്ര നിൽക്കൂലല്ലോ, ഞങ്ങൾ കുറച്ചല്ലേ നിൽക്കുള്ളൂ. ഇക്കയല്ലേ 4 വർഷം പഠിക്കാൻ പോണത്. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ സങ്കടം വരികയാണ്. എൻ്റെ പെണ്ണെ, നല്ലൊരു ആലയമായിട്ട് തിരിച്ചു വരണം. ഒരുപാട് അറിവുകൾ നേടണം. അറിവുകൾ ഒരുപാടുണ്ട്. അതെല്ലാം പെറുക്കിയെടുക്കണം. അങ്ങനെ സമൂഹത്തിന് നല്ല നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉസ്താദായി തിരിച്ചു വരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയിൽ നല്ല പഠനമൊക്കെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ട് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരും. ഇക്ക, അപ്പോൾ ഹാദിയ, എൻ്റെ പെണ്ണെ, നമ്മളിപ്പോൾ അതാലോചിച്ചിട്ട് കാര്യമില്ല. അവരൊക്കെ വെച്ചാൽ വലിയ പണക്കാരാണ്, നമ്മളെ പോലെ ഒന്നല്ല. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരിക്കലും അവർ അത്രയും വർഷം വെയിറ്റ് ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ മകളെ പെട്ടെന്ന് കെട്ടിക്കേണ്ടി വരും. കാരണം അങ്ങനത്തെ ഏതൊരു മാതാപിതാക്കളും കരുതുന്ന അങ്ങനെയായിരിക്കുമല്ലോ. ഞാൻ 4 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതൊരുപാട് റിസ്ക് അല്ലേ വേണേ. പിന്നെ പെൺകുട്ടികളല്ലേ, വയസ്സ് കൂടിപ്പോന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. ഇക്ക, എന്നാലും 2 വർഷത്തെ കോഴ്സ് എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയുള്ള കോഴ്സാണ്. അതിപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയല്ലേ. എന്നാലേ സിം അതിലേക്ക് മാറ്റിയിട്ടുള്ളൂ. നാളെ കോളേജിലേക്ക് പോയിക്കോളൂ കേട്ടോ. അതുമായി ഐഷു ആങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇൻഷാ അല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഞാൻ ഇനി കോള് വരുമ്പോഴൊക്കെ അത് വിചാരിച്ചിട്ട് ഞാൻ അത് മാത്രമേ മാറ്റി ഇട്ടിട്ടില്ല. പിന്നിക്ക, ഇനി നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ കൊണ്ട് ഒഴിവായി കളി. കുറേ ദിവസമായില്ലേ അതുമായിട്ട് നടക്കുന്നത്. എടി ഞമ്മക്കൊക്കെ ഇതുപോലെ, നമ്മളിപ്പോൾ ജസ്റ്റ് സെൽഫി എടുക്കുന്ന നടക്കുള്ള റീൽസും കാര്യങ്ങളും അതൊന്നുമില്ലല്ലോ. നമ്മൾ ഈ സ്കൂള് കോളേജ് വീട് അങ്ങനത്തെ രീതിയിലല്ലേ. അല്ലാതെ ഇപ്പോൾ പിന്നെ കുട്ടികൾക്കുള്ള വർക്ക് കാര്യങ്ങൾ. ഇക്ക, എന്നാലും നാളെ ഐഫോണായിട്ട് നിങ്ങൾ പോയിക്കോളിട്ടോ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം. എനിക്ക് ഹദിയ തന്നതല്ലേ, സമ്മാനം നല്ല രീതിയിൽ സ്വീകരിക്കണമല്ലോ അല്ലേ. പിന്നെ മറ്റു ഉസ്താദന്മാർക്കൊക്കെ എന്നോട് അസൂയ ഉണ്ടാവും പെണ്ണെ, ഇത്രയും വിലപിടിപ്പുള്ള. എന്നാൽ ആ കുട്ടി ഇത്ര വിലപിടിപ്പുള്ള ഫോണൊന്നും എനിക്ക് തരേണ്ടിയിരുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നണം അവളെ കണ്ടപ്പോൾ. കാരണം അന്നത്തെ ആ ഒരു വിഷമത്തിലേ അവൾക്ക് എന്തൊക്കെയോ ആയിപ്പോയിക്കണ്. തെറ്റ് ചെയ്തു, പിന്നെ വേണ്ടില്ലേനു എന്നുള്ള ഇതായിക്കണ്. ഇക്ക, ഏതായാലും ഞാൻ പറഞ്ഞ പോലെ അല്ല വേണം, നിങ്ങളിനിപ്പോൾ പാസ്പോർട്ട് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ട് ഉംറക്ക് പോകണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് പോകണം. മാഷാ അല്ലാഹ്, എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ റാഹത്തായി നടക്കട്ടെ. അല്ല, വെക്കേഷന് പോയ പോരെ? അന്ന് കുറച്ച് ദിവസം ലീവ് നോക്കട്ടെ. ഇനിയിപ്പോൾ അടുത്ത മാസം എക്സാമും കഴിഞ്ഞ് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എത്ര ദിവസത്തിനാ? 1 മാസത്തിനെങ്കിലും എടുക്കണ്ടേ ഇക്ക? എന്നല്ലേ മുതലാവുള്ളൂ. മക്കയും മദീനയൊക്കെ കണ്ട് തീരുമോ 1 മാസം കൊണ്ട്? അതില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോരി. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും പിറ്റേ ദിവസം ആഷി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമ്മാനിച്ച ആ ഒരു ഫോണുമായി ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പീരീഡ് തന്നെ ഹബീബ് ഉസ്താദായിരുന്നു വന്നിരുന്നത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മക്കളിപ്പോൾ നല്ല മക്കളായിക്കണല്ലോ. പഴയ പോലെ ഒച്ചപ്പാടില്ല, ബഹളില്ല, ഒന്നുമില്ലല്ലോ. സൈലൻ്റ് ആയല്ലോ മൊത്തത്തിൽ ക്ലാസ്. എന്ത് പറ്റി ഹാദിയ? ഹബീബ് ഉസ്താദ് ആദ്യം തന്നെ അവളെയാണ് വിളിച്ചത്. അവൾ ഒരു പാവം കുട്ടിയായി മാറിയിരിക്കുന്നു. അവൾ തല താഴ്ത്തിക്കൊണ്ട് എഴുന്നേറ്റ് വന്നു. എന്ത് പറ്റി ഹാദിയ? നിൻ്റെ ആ കളിച്ചിരി തമാശകൾ കാര്യങ്ങൾ ഒക്കെ പോയല്ലോ. എന്ത് പറ്റി? പഴയ രീതിയിൽ ആക്റ്റീവായി വരണം കേട്ടോ. നല്ല കുട്ടിയായിട്ട് നല്ലത് മാത്രം പ്രവർത്തിച്ചിട്ട് എന്നെങ്കിലല്ലേ നമ്മുടെ ക്ലാസ് ആക്റ്റീവ് ആവുള്ളൂ. അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. എല്ലാവരും പറയുന്നുണ്ട് ഹാദിയക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് എന്തൊരു മൂഡ് ഓഫ് ഉണ്ട്. ഇതിനിടയിൽ അവൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാല്ലേ? അങ്ങനെ ഉസ്താദ് ക്ലാസ് തുടങ്ങി. ഐഷുവിനെ ഇടക്കൊന്ന് ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഐഷ, എന്താ ക്ലാസ്സിനിടയിൽ അവിടെ ഒരു സംസാരം? ഷംന, ഐഷ എഴുന്നേറ്റ് നിൽക്ക്. 2 പേരെയും എഴുന്നേറ്റ് നിൽപ്പിച്ചു. ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുക, നിങ്ങളവിടെ സംസാരിക്കുക. എന്ത് നിങ്ങൾ ഇത്രമാത്രം അവിടെ പറയാനുള്ളത്? എന്നാൽ മറ്റൊന്നുമല്ലായിരുന്നു പറഞ്ഞിരുന്നത്. എടി പിന്നെ എൻ്റെ ഇക്കാക്കെന്ന് ആശിസ്താതുണ്ടല്ലോ, ഇന്ന് ഹാദിയ കൊടുത്ത് ഫോണായിട്ടാണ് വരിക, നോക്കിക്കോണ്ടി. എന്താ നിങ്ങൾ 2 പേരും ഒരുപാട് സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ? പ്ലീസ് ഗെറ്റ് ഔട്ട്.
ഉസ്താദേ അത് ഇനി പറയില്ല പ്ലീസ് ഉസ്താദേ ഇനി കുറച്ച് സമയം അവിടെ നിൽക്കുന്നാൽ പുറത്ത് പോകണ്ട, അവിടെ നിന്നാൽ മതി. അതെ, ഞാൻ ക്ലാസ് ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള സംസാരങ്ങളിൽ ഏർപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഞാൻ പിന്നെ എന്തിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം, ഡൗട്ട്സുകൾ ചോദിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ്. അല്ലാതെ ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുക്കുക, നിങ്ങൾ മറ്റൊരു ക്ലാസ് അവിടെ എടുക്കുക, നടക്കില്ല. മനസ്സിലായല്ലോ? എന്നാൽ ഇജിലിസ് ഇരിക്കും. പിന്നെ അപ്പോൾ എല്ലാവരും ഇന്നെടുത്ത ഭാഗങ്ങൾ നാളെ ബൈഹാർട്ടാക്കി പഠിച്ചു കൊണ്ടുവരണം. പ്രത്യേകം എല്ലാവരോടും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. അഥവാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടാതിരുന്നാൽ പണിഷ്മെൻറ്റ് തന്നിരിക്കും. നോ എക്സ്ക്യൂസ്. ഓക്കെ? അസ്സലാമു അലൈക്കും. ഹബീബ് ഉസ്താദ് ക്ലാസ് വിട്ടുപോയി. അടുത്തത് ആഷി ഉസ്താദിൻ്റെ ക്ലാസ്സാണ്. ആഷി ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു. അതെ, അദ്ദേഹം ആ ഫോൺ തൻ്റെ കീശയിലിട്ടിട്ടുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിച്ചു. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മക്കളെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട്, റാഹത്തല്ലേ എല്ലാവർക്കും? എല്ലാവരോടുമായി ചോദിച്ചു. അൽഹംദുലില്ലാ. എന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാലോ? നമ്മൾ എന്തൊക്കെ തന്നെയായാലും എത്ര ടൈം കിട്ടിയില്ലെങ്കിലും നമ്മൾ ഹബീബിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് എപ്പോഴും ചൊല്ലണം കേട്ടോ. സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് എത്തും. അതെ, മദീന കാണാൻ ഇല്ലാത്തവരിവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല ഉസ്താദേ. എന്നാലേ മാക്സിമം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ചൊല്ലിയാൽ മദീന നമ്മെ മാടി വിളിക്കും അല്ലേ? ഒരു സ്റ്റോറി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തായി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയോ? തുടങ്ങി. പിന്നെ വെറുതെ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോൾ നടക്കുമ്പോൾ എപ്പോഴൊക്കെ ഫ്രീ കിട്ടണം അപ്പോഴൊക്കെ സ്വലാത്ത് ഇനിയിപ്പോൾ എങ്ങനെ ചൊല്ലിയാലും അത് നമുക്ക് നല്ല കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്ത് ഹബീബിൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് വൈകാതെ ഈജിപ്തിലേക്ക് പോകും. അല്ലോ ഉസ്താദ് എങ്ങോട്ട്? ഷംനയുടെ ഒരു വാക്ക്. ഷംന, അതെ, ഈജിപ്തിലേക്ക് എൻ്റെ ഉപരിപഠനത്തിന് ഞാൻ പോകുകയാണ്. 4 വർഷത്തെ കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ചു വന്നിരിക്കും. അപ്പോഴൊക്കെ എൻ്റെ മക്കൾ പോയിരിക്കും അല്ലേ? എൻ്റെ മക്കളൊക്കെ കെട്ടിച്ച് എല്ലാവരുടെ കയ്യിൽ 1-2 കുട്ടികളൊക്കെ ആയിരിക്കും അല്ലേ? മാക്സിമം കോഴ്സ് അടുത്ത വർഷത്തോടു കൂടി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള നല്ല ഇസ്ലാമിക് കോഴ്സുകൾ എടുക്കുക, കോളേജിലൊക്കെ കയറുക, അതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ എടുക്കുക. ഏതായാലും നിങ്ങൾ ഇതുവരെ നമ്മൾ പഠിപ്പിച്ച ഈ ഒരു 3 വർഷത്തെ കോഴ്സിൽ നമ്മൾ പഠിപ്പിച്ച എല്ലാ ഇസ്ലാമിക വശങ്ങളും ഇസ്ലാമിക ഭാഗങ്ങളും നാം ജീവിതത്തിൽ പകർത്തണം, ജീവിതത്തിൽ പകർത്തി കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അല്ലാതെ വെറും ഒരു സർട്ടിഫിക്കറ്റ്, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം, അതിന് മാത്രമല്ല നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ നല്ല കാര്യം ഇതുവരെ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള സ്റ്റഡികൾക്ക് കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ എക്സാമിന് എഴുതി മാർക്ക് നേടാൻ വേണ്ടിയല്ല, ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ എല്ലാം കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്ന് ആരൊക്കെ ചോദിച്ചു, ഉസ്താദേ നിങ്ങളുടെ ഫോണ് പുതിയ ഐഫോണാണോ? ആരൊക്കെ ചോദിച്ചു. എന്നാൽ അതിനിടയിൽ ഉസ്താദ ഫോൺ എടുത്തു. അതെ, മാഷാ അല്ലാഹ്, എനിക്ക് ഹാദിയ കുട്ടി സമ്മാനിച്ച ഫോണാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ എൻ്റെ മക്കൾ ആർക്കും തരാൻ കഴിഞ്ഞില്ല വിചാരിച്ച് കണ്ട് ഒരു പരിഭവവും വേണ്ടട്ടോ. അവളുടെ സാമ്പത്തികത്തിനനുസരിച്ച് അവൾ എനിക്ക് സന്തോഷത്തോടെ നൽകിയ സമ്മാനമാണ്. നമുക്കെല്ലാവർക്കും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. പിന്നെ എന്തുദ്ദേശത്തിലാണ് അവൾ എനിക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു ആഗ്രഹം അല്ലാഹു അവൾക്ക് പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. ആമീൻ. എല്ലാവരും ഹാദിയയുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അല്ലാഹ്, അവൾ വിതുമ്പിപ്പോയി. ഹാദിയ, എന്തൊക്കെ അറിയാണോ? ആഷി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. ഹാദിയ ഇങ്ങോട്ട് വന്നേ. ഹാദിയ അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ വന്നു. എന്തു പറ്റി? എന്തൊക്കെ അറിയുന്നത്? കരയാൻ പാടില്ലല്ലോ. കരയാൻ പാടില്ല. നമ്മുടെ ഉസ്താദുമാരുടെ മാതാപിതാക്കളിലൊക്കെ ദുആ കിട്ടുക എന്ന് പറഞ്ഞാൽ മോളെ വലിയൊരു കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പിന്നെ മോള് തന്ന ഫോണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഐഷുവിൻ്റെ പണിയാണ്. ഐഷു എന്നെ കൊണ്ട് എടുപ്പിച്ചാണെന്ന്. ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ എന്നോട് ഐഷു പറഞ്ഞു, ഇക്ക കോളിങ് സിമ്മ് ഇതിക്കിടണമെന്ന് പറഞ്ഞു.
ബാക്കിയുള്ളെല്ലാം ഓക്കെയാണ്. അപ്പം ഞാൻ അതും കൂടി അവളുടെ ഇഷ്ടത്തിന് ഇട്ടു. ഓക്കെ മാഷാ അല്ലാ, നല്ല ഫോണാണ് കേട്ടോ മോൾ തന്നത്. ഏതായാലും പിന്നെ എന്തിനാ കരയുന്നത്? ഉസ്താദേ, ആ എന്താ? ഇന്ന് എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അത് കേട്ട് ആഷിയുടെ മുഖം വല്ലാതെയായി. അത് അള്ളാഹു ഹൈറാക്കട്ടെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആഷിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനിടയിൽ ആഷി പറഞ്ഞു, അത് ഹാദിയ, അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ കുട്ടിക്ക് കേട്ടോ. പിന്നെ ഉമ്മയുടെ ഉപ്പയുടെ ആഗ്രഹത്തിൽ നമ്മൾ നിൽക്കണം. ഉമ്മയുടെ ഉപ്പയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിന്ന് കൊടുത്താൽ അവരുടെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവുമല്ലോ. എന്തായാലും പഠിച്ചോ നന്നാക്കട്ടെ. ഏതായാലും നല്ലോണം അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. കല്യാണമായാലും ഇനിയിപ്പോൾ എങ്ങനത്തെ ആൾക്കാരാണെങ്കിലും എങ്ങനെ ഏതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു പക്ഷേ പുറത്ത് നല്ല മനുഷ്യന്മാരായിരിക്കും, നല്ല സ്വഭാവമുള്ളവരായിരിക്കും, പക്ഷേ അവരുടെ ഉള്ളിൽ എന്താ നമുക്ക് നല്ല രീതിയിൽ അന്വേഷണം ഉണ്ടായിക്കോട്ടെ കേട്ടോ. അന്വേഷിച്ചിട്ടൊക്കെ കണ്ടെത്തിയിട്ട് ഇൻഷാ അല്ലാ നടക്കട്ടെ. ഇൻഷാ അല്ലാ ഞങ്ങളെ കല്യാണത്തിന് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ കൂടാൻ വേണ്ടി ശ്രമിക്കാം. ഉസ്താദേ, ദുആ ചെയ്യണം. അത് പറഞ്ഞുകൊണ്ട് അവൾ വിതുമ്പി. നീ ബെഞ്ചിൽ പോയിരിക്കേ, ഇൻഷാ അല്ലാ ദുആ ഉണ്ടായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഈജിപ്തിലേക്ക് പോകുകയാണ്. അപ്പം എൻ്റെ മക്കളൊക്കെ നല്ല മക്കളാവണം. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം, പഠിച്ചത് പ്രവർത്തിക്കണം. എല്ലാവരോടുമായി പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയായിരിക്കും ഒരു പക്ഷേ ഞാൻ വരുന്ന സമയത്തൊക്കെ. ഞാൻ എന്നൊന്നും അറിയ പോലും ഉണ്ടാവില്ല, ആരും മുഖത്തേക്കും നോക്കൂല, അങ്ങനെ ആയിരിക്കും. ആ ഒരു സമയത്ത് എന്തായാലും ഞാൻ അങ്ങനെ നോക്കും എൻ്റെ കുട്ടികൾ എങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് പഠിപ്പിച്ച മക്കൾ, ഇവിടെ നിന്ന് നല്ല രീതിയിൽ പർദ്ദയും ഹിജാബും ഒക്കെ ഇട്ട് നടന്ന എൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നടക്കുന്നത് എന്നെനിക്ക് മറ്റു രീതിയിൽ, അതായത് ഒരു സങ്കടപ്പെടുത്തുന്ന രീതിയിൽ കാണുവാനുള്ള ചാൻസ് മക്കൾ ഒരുക്കരുത്. അതായത് ഇവിടുന്ന് പഠിച്ചു പോയ ചില കുട്ടികളുടെയൊക്കെ അവസ്ഥ ചിലപ്പം കാണാറുണ്ട്. പഠിച്ചവനെ മുടിയെല്ലാം പകുതി പുറത്തിട്ടിട്ടും മുൻപിൽ കുറേ മുടി കാണിച്ചിട്ടും ചെറിയ ഡ്രസ്സ്, ചെറിയ ടൈറ്റ് ഫിറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഔറത്തൊക്കെ വെളിവാകുന്ന രീതിയിലൊക്കെ ഇവിടുന്ന് നല്ല രീതിയിൽ ഇട്ട് നടന്ന മക്കളായിരിക്കും. അവിടെ എത്തുമ്പോൾ ഒരുപക്ഷെ സിറ്റുവേഷൻ ആയിരിക്കും. എങ്കിലും നമുക്ക് നമ്മുടെ വസ്ത്രത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മൾ നല്ല രീതിയിൽ ഹലാലായ രീതിയിൽ നമുക്ക് നടക്കാനുള്ളത്, നമ്മളെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് നമ്മുടെ വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്നത് നല്ല മോഡേൺ ഡ്രസ്സ് ഇതിട് അതിടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോണ്ടേ എനിക്ക് അവിടുത്തെ മറിയുന്ന ഡ്രസ്സ് വേണം നിങ്ങൾക്ക് പറയണം. അങ്ങനെയാണ് തൻ്റെ ഉള്ള പെൺകുട്ടികൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എനിക്ക് കാണട്ടെ, ഈമാനുള്ള മക്കളെ ആയിട്ട് കാണാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എൻ്റെ എല്ലാ മക്കളോടും കേട്ടോ ഞാൻ പറയുന്നത്, ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ആഴ്ചക്കൊക്കെ ഇവിടുന്ന് പോകാൻ ചാൻസ് ഉണ്ട്. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലെന്ന് വരില്ല. നിങ്ങൾ എപ്പോഴും ഈമാൻ മുറുകെ പിടിക്കണം, മുത്ത് ഹബീബിൻ്റെ സ്വലാത്ത് മുറുകെ പിടിക്കണം. അത് അള്ളാഹുവിനും റസൂലിനെയും വിട്ടിട്ടൊരു നിങ്ങൾ കളിക്കരുത്. ഇൻഷാ അല്ലാഹ് സുന്നത്തൊന്ന് നിസ്കരിക്കണം എന്ന് ഞാൻ ഒരുപാട് പറയണില്ല. അതൊക്കെ നിസ്കരിച്ച് ഏറ്റവും നല്ലത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഏറ്റവും നല്ലത്. അതൊക്കെ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു മേക്കപ്പിൻ്റെ പോലും ആവശ്യം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയാണല്ലോ, മുഖവും കൈകളൊക്കെ പ്രകാശിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കി ഏറ്റവും നല്ലത്. പിന്നെ ഒരു അപേക്ഷയുണ്ട്, ഒരു ദിവസം നിങ്ങൾ ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം. അത് ഒരു യാസീൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ്റെ ഹൃദയമായ യാസീനായാലും ഏറ്റവും നല്ലത്. ശരിക്കും 5 സൂറത്ത് ഡെയിലി ഓതണം. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ. ഞാൻ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കല്ല, പക്ഷേ ഖുർആൻ ഒരിക്കലും നിങ്ങൾ തൊടാതിരിക്കരുത് കേട്ടോ. 1 2 പേജ് അല്ലെങ്കിൽ 3 പേജ് എത്ര നിങ്ങൾ കഴിയണേ അത്ര നിങ്ങൾ ഓതണം. അത് ദിവസം ഒരിക്കലെങ്കിലും. ഏറ്റവും രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം 1 പേജ് 2 പേജ് ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ തുടങ്ങി നോക്കി. ആ ജീവിതം, ആ ഒരു ദിവസം അടിപൊളിയായിരിക്കും മാഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം അത് പകർത്തണം. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പഠിപ്പിച്ചു തന്ന സൂറത്തുകളൊക്കെ തബാറക്ക, അതൊക്കെ ഖബറിലേക്കുള്ള നമ്മളെ ശിക്ഷ ലഘൂകരിക്കാനും നമുക്ക് തണലായി വരുന്നതാണ്. അങ്ങനെ 4-5 സൂറത്തുകൾ ഡെയിലി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം നമുക്കുണ്ടാവും. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതല്ല, ഒക്കെ നിങ്ങൾ എല്ലാം പഠിപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ച് വരിക.
എല്ലാവർക്കും ഞാൻ ഇപ്പോഴല്ല ഒരാഴ്ചക്കുള്ളിൽ പോകും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ക്ലാസ്സിൽ വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെവിയിൽ ഒന്നിലൂടെ കേട്ട് മറ്റേതിലൂടെ വിടില്ലല്ലോ? ഇല്ല ഉസ്താദേ. അല്ല ഉസ്താദേ, എന്തിനാണ് നിങ്ങൾ പോകുന്നത്? മക്കളെ, ഒരുപാട് പഠിക്കണം, കുറച്ചും കൂടി പഠിക്കണം. നമ്മൾ പഠനം എത്ര ഞാനുണ്ട്. ചൈനയിൽ പോയിട്ടെങ്കിൽ നിങ്ങൾ അറിവ് നേടുക എന്നല്ലേ? അത് അറിവ് ഇനി ഒരുപാട് നേടാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ചു വരും. പിന്നെ അപ്പോഴേക്കും നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമോ? ഉസ്താദേ, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ. അല്ല ഉസ്താദേ, കല്യാണം കഴിക്കണില്ലേ? ആരുടെയോ ആ ഒരു ചോദ്യം. ഇൻഷാ അല്ലാഹ് പോയി വരട്ടെ. ഇപ്പോഴേ 22 വയസ്സല്ലേ? ഇനി ഒരു 4 വർഷമാകുമ്പോൾ 26. 25 വയസ്സിൽ വന്ന് നിക്കാഹ് കഴിക്കണം. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. എന്തേ ഞങ്ങളെ വിളിക്കുമോ? വിളിക്കാതിരിക്കാൻ പറ്റും എൻ്റെ പൊന്നുമക്കളെ. പക്ഷെ നിങ്ങളുണ്ടാവുമോ? നിങ്ങളപ്പം ഉണ്ടാവും. പുതിയാപ്പിളാരും കുട്ടികളൊക്കെ ഉണ്ടാവും. പറ്റുന്നവരൊക്കെ വരിക, ഗ്രൂപ്പ് ഉണ്ടാവും. എല്ലാം അറിയിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും അസ്സലാമു അലൈക്കും. ആ പീരീഡ് കഴിഞ്ഞു. അതെ, ആഷിഖ് ഉസ്താദ് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. അന്ന് സ്കൂൾ വിട്ട് ഹാദിയ വീട്ടിലെത്തി. മോളെ, ഇന്നെന്തായാലും മുടക്കല്ലിട്ടോ, അവരിങ്ങ് വന്നോട്ടെ. ഹാദിയ അതാ മിണ്ടാതെ ഇരുന്നു. മോളെ, എന്താ മോളെ, സമ്മതല്ലേ? അവൾ മെല്ലെയൊന്ന് മൂളി. അങ്ങനെ അതാ ഹാദിയെ പെണ്ണു കാണുവാൻ വേണ്ടിയിട്ട് വലിയൊരു കാറിൽ 2-3 ആളുകൾ വരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ചാനൽ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. സന്തോഷം, അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഇനിയും ചെയ്യാൻ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ബാക്കിയുണ്ട്. ഒരു 10,000 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്തു തരട്ടെ. ആമീൻ. ഒരുപാട് മക്കൾ വിവാഹപ്രായം ആയവരുണ്ട്. അവർക്ക് ഹൈറായ ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടി മരിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ റബ്ബേ. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ടിപ്പർ ലോറി ഇടിച്ച് ഇന്നലൊരു പെണ്ണ്, റബ്ബേ, 3 കുട്ടികളുള്ള ആ പെണ്ണിൻ്റെ ശരീരത്തിലൂടെ ആ ടിപ്പർ ലോറി കയറി ഇറങ്ങി എന്നൊക്കെ പറയുമ്പോൾ റബ്ബേ, എന്തൊരു അത് കണ്ടു നിന്നവരുടെ വല്ലാത്തൊരു കാഴ്ചയായിരുന്നല്ലോ. അല്ലാഹുവേ, ആ പിഞ്ച് 3 മക്കളെ വിട്ടിട്ട് അവൾ അല്ലാഹുവിലേക്ക് യാത്രയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഇന്നും കണ്ടോ, ഇപ്പോൾ ഇന്നലെ ഒരു മുസ്ലിം സഹോദരിയായിരുന്നു, ഇന്നൊരു ഹിന്ദു സഹോദരിക്കും അതുപോലെ തന്നെ കല്ല് കയറ്റി വരുന്ന എന്താ പറയുക, ടിപ്പർ ലോറി ഇടിച്ചിട്ട് ഓൻ്റെ റബ്ബേ അവിടും മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ എന്ത് ജീവിതത്തിൽ എന്ത് തെറ്റ് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ പുറത്ത് കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷേമം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കല്ല. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുള്ളവർ ഡെയിലി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.